ഫുട്ബോൾ താരങ്ങൾക്ക് പിൽക്കാലത്ത് ഡിമെൻഷ്യ സാധ്യത കൂടുതലാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു. പ്രധാന കാരണം ഹെഡിംഗ് ആണെന്നും ഗവേഷകർ പറയുന്നു. വിനോദത്തെക്കാളേറെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും ഫുട്ബോളിന് വലിയ പങ്കുണ്ട്. ഫുട്ബോൾ കളിക്കുന്നത് ശരീരത്തെ സജീവമാക്കുകയും ഹൃദയാരോഗ്യം കാക്കുകയും ചെയ്യും. എന്നാൽ ഗുണത്തോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. ഫുട്ബോളും ഡിമെൻഷ്യയും തമ്മിലുള്ള ബന്ധമാണത്. ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഇതേക്കുറിച്ച് വിശദമായ പഠനം നടത്തിയിരുന്നു. മുൻകാല ഫുട്ബോൾ കളിക്കാർ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർക്ക് ഡിമെൻഷ്യ വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനം പറയുന്നത്. സ്വീഡനിലെ ഒരു പഠനത്തിൽ ഫുട്ബോൾ കളിക്കാർക്ക് പൊതുജനങ്ങളെ അപേക്ഷിച്ച് ഡിമെൻഷ്യ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പൊതുവെ പ്രായം, ജനിതക ഘടകങ്ങൾ തുടങ്ങിയവ ഡിമെൻഷ്യയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെങ്കിലും ഇവയ്ക്കൊപ്പം തലക്കേൽക്കുന്ന ആഘാതങ്ങളും അപകട സാധ്യതാ ഘടകമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അഥവാ തലക്കേൽക്കുന്ന ഗുരുതരമായ പരിക്കുകൾ ഡിമെൻഷ്യ സാധ്യത കൂട്ടും. റഗ്ബി, ഫുട്ബോൾ പോലുള്ള കായിക വിനോദങ്ങൾക്കിടെ തലക്കേൽക്കുന്ന പരിക്കുകളാണ് രോഗസാധ്യത കൂട്ടുന്നത്. ഫുട്ബോളിൽ പതിവായി വേണ്ടിവരുന്ന ഹെഡിംഗ് ആണ് പിൽക്കാലത്ത് ഡിമെൻഷ്യ സാധ്യത കൂട്ടുന്നത്. ഇതിലൂടെ ഫുട്ബോളിൽ ആവർത്തിച്ച് തലയ്ക്ക് ആഘാതമേൽക്കുന്ന സാഹചര്യമുണ്ടാകാം. വർഷങ്ങളോളം ആവർത്തിച്ച് തലകൊണ്ട് പന്ത് തട്ടുന്നത് കളിക്കാർക്കിടയിൽ പിൽക്കാലത്ത് ഡിമെൻഷ്യ സാധ്യത കൂട്ടും. ജെഫ് ആസ്റ്റൺ, നോബി സ്റ്റൈൽസ്, ഗോൾഡൻ മക്കിൻ തുടങ്ങിയ ഫുട്ബോൾ താരങ്ങൾ പിൽക്കാലത്ത് അൽഷൈമേഴ്സ് ബാധിതരായി മരിച്ചതും സമാന സാഹചര്യങ്ങൾ മൂലമാവാമെന്ന് ഗവേഷകർ പറയുന്നു. ഫുട്ബോൾ പോലുള്ള കായിക വിനോദങ്ങൾ എങ്ങനെ സുരക്ഷിതമാക്കാം എന്ന് കണ്ടെത്തുകയും അതുവഴി തലച്ചോറിൻ്റെ ദീർഘകാല അപകട സാധ്യതകൾ കുറച്ച് ആസ്വദിക്കാനും എങ്ങനെ കഴിയുമെന്ന് പരിശോധിക്കണമെന്നാണ് ഗവേഷകർ ആവശ്യപ്പെടുന്നത്. അതേസമയം ഫുട്ബോൾ കളിക്കാർക്കിടയിൽ തലകൊണ്ട് പന്ത് തട്ടുന്നത് ഡിമെൻഷ്യ സാധ്യത എങ്ങനെ ബാധിക്കുമെന്ന് കൃത്യമായി കണ്ടെത്താൻ കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമായി വരും. ലോകത്താകമാനം 50 ദശലക്ഷം ആളുകളാണ് ഡിമെൻഷ്യ ബാധിതരായി ജീവിക്കുന്നത്. എല്ലാ വർഷവും 10 ദശലക്ഷം പുതിയ ഡിമെൻഷ്യ കേസുകൾ ഉണ്ടാകുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഡിമെൻഷ്യ രോഗങ്ങളിൽ ഒന്നാണ് അൽഷൈമേഴ്സ് രോഗം. ഡിമെൻഷ്യയിലെ ഏതാണ്ട് 60 മുതൽ 70% അൽഷൈമേഴ്സ് കേസസ് ആണ്. ഓർക്കാനും ചിന്തിക്കാനും തീരുമാനമെടുക്കാനും സാധിക്കാതെ വരുന്നത് മൂലം ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന അവസ്ഥയാണ് ഡിമെൻഷ്യ എന്ന് പൊതുവായി ഇത് സെൻറ്റർ ഫോർ ഡിസീസ് ആൻഡ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വിശേഷിപ്പിക്കുന്നത്. ഈ രോഗത്തിന് ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികപരവുമായ നിരവധി പ്രത്യാഘാതങ്ങൾ ഉണ്ട്. ഈ രോഗികളിൽ മാത്രമല്ല, രോഗികളെ പരിചരിക്കുന്നവർ, കുടുംബങ്ങൾ, സമൂഹം എന്നിവരെയും ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. ഓർമ്മക്കുറവ്, ശ്രദ്ധിക്കാനാവാത്ത അവസ്ഥ, ആശയവിനിമയ പ്രശ്നങ്ങൾ, ചിന്താശേഷിയിലെ കുറവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുറയുന്നത്, പ്രശ്നപരിഹാരത്തിനുള്ള കഴിവ് കുറയുന്നത്, പരിചിതമായ പരിസരങ്ങൾ മറന്നുപോവുക, പരിചയമുള്ള വസ്തുക്കളെ വിശേഷിപ്പിക്കുവാൻ അപരിചിതമായ വാക്കുകൾ ഉപയോഗിക്കുക, അടുത്ത കുടുംബാംഗങ്ങളുടെ പേരുകൾ പോലും മറക്കുക, പഴയ ഓർമ്മകൾ മായുക, സ്വതന്ത്രമായ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ തുടങ്ങി പലതരം ലക്ഷണങ്ങൾ ഡിമെൻഷ്യ ബാധിതരിൽ കാണുന്നു. പക്ഷേ ഓരോ വ്യക്തിയിലും ലക്ഷണങ്ങൾ പ്രത്യേകമായിട്ടായിരിക്കും കാണുക.